ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വിശേഷപ്പെട്ട വീഡിയോ ആണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പഴമയിലോട്ട് പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട്, പഴയകാല ബാല്യകാല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ബാല്യകാലം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ളതും ബാല്യകാലത്ത് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടി ഇവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരിക്കലും മറക്കാൻ മേലാത്ത സുഹൃത്ത് ബന്ധമായിരുന്നു ഞങ്ങളുടേത്. പിന്നെ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് കട്ടെടുത്തതെന്നും ഉള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പോയ വസന്തകാലമേ, പോയ ബാല്യകാലമേ, നീ ഇനിയെങ്കിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. ഉള്ള സത്യമായ കാര്യമാണ്. എന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചത് കേട്ടോ. കൊഴുവ മീനൊക്കെ വെട്ടാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നത്, നമ്മുടെ പഴമയിലേക്കൊന്നും കൂടെ തിരിച്ചു പോയാലോ നമുക്ക്. എന്ത് രസമായിരുന്നല്ലേ ആ കാലങ്ങളൊക്കെ. മാങ്ങായെ കട്ടുപറിക്കുന്നതും ജാതിക്ക കട്ടുപറിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാവരും പുറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എൻ്റെ കൂട്ടുകാരി ദാ ആ വീട്ടിലായിരുന്നു താമസിക്കും, തൊട്ടപ്പുറത്ത്. ഞാനും അവളും കൂടെ ഉള്ള കൊച്ചിലെ ഉള്ള ആ ഒരു കൂട്ടുകളും എല്ലാം ഇന്നലെ പോലെ ഇരിക്കുന്നു. ഞങ്ങൾ പോയ ചാക്കിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ ഇരുന്ന് കഴിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. നമുക്ക് പോവാം. പോയ കാലമേ, നീ ഒരിക്കലെങ്കിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ. ഞങ്ങളുടെ ബാല്യകാലം എത്ര മനോഹരമായിരുന്നു. ഞങ്ങൾ ഇങ്ങനൊരു ഇതുമായിട്ട്, ഇതിന് പകരം ഒരു ചാക്കായിരുന്നു. ആ ചാക്കുമായിട്ട് പോയി പറമ്പിലിരുന്ന് അവിടെ എത്ര മനോഹരമായിട്ടാണ്. അവിടെ നിറച്ച് കാടൊക്കെ ആയിരുന്നു, പക്ഷേ മുഴുവൻ നടുക്ക് മാത്രം അവിടെ തെളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പ്. ആ പറമ്പിൻ്റെ അവിടെ കൊണ്ട് ആ ചാക്കെല്ലാം ഇട്ട് അതിലിരുന്നുകൊണ്ട് നമ്മുടെ പുളി എല്ലാം ഒരു നിറച്ചൊരു എന്താ അതിന് പറയേണ്ടത്, കല്ലുപ്പില്ലേ, കല്ലുപ്പിനകത്ത് നിറച്ചുരുട്ടി ആ പുളി എല്ലാം കൂടെ കൊണ്ട് ചാക്കിനടിയിൽ കൊണ്ടിരുന്ന് അവിടെ ഇരുന്ന് തിന്നുമായിരുന്നു. എത്ര രസമുള്ള കാലമായിരുന്നത്. ഇതുപോലെ ആരെങ്കിലും രസിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇഷ്ടംമാതിരി ആൾക്കാർ കാണും. എന്നിട്ട് ആ ചാക്ക് കൊണ്ട് തിരിച്ച് വന്ന് നമ്മളെ വീട്ടുകാരറിയാതെ കൊണ്ടുവെക്കും. അപ്പം ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് അവൾ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ എങ്ങനായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അച്ഛനും അമ്മയും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു 2 മണി തൊട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു 2 തൊട്ട് 4 മണി വരെ അവർ സുഖനിദ്രയിലായിരിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ കപടതകളൊക്കെ പുറത്തിറക്കുന്നത്. അന്ന് കള്ളിയായിരുന്നില്ലേ ഞാൻ. എന്താ ഈ കാര്യത്തിലൊക്കെയാണ് കള്ളത്തരം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ എന്ന് വെച്ചാൽ, ഞാൻ പമ്മി അവർ ഉറങ്ങിയോന്ന് നോക്കിയിട്ട് പതുക്കെ, അന്ന് ഇതിന് വാതിലില്ല, ഈ എന്താ നമ്മുടെ ഇതിനെന്നാ പറയുന്നേ, അലമാരിക്ക് ഡോറില്ല, ഇതില്ല കേട്ടോ, വാതിലില്ല. ചുമ്മാ തുറന്ന ഭിത്തിയായിട്ട് ഇങ്ങനെ തുറന്ന് സ്റ്റെപ്പായിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അത് കഴിഞ്ഞ് ചേട്ടൻ പിടിപ്പിച്ച കാര്യങ്ങളാട്ടോ. അപ്പൊ പമ്മി തപ്പി നോക്കും എവിടാണ് നമ്മുടെ വാളംപുളി ഇരിക്കുന്നതെന്ന്. കിട്ടിപ്പോയി നമ്മുടെ വാളംപുളി. ഇത് ഇത്രയല്ല, ഒരു ഇത്രയായിട്ട് ഉരുട്ടി കയ്യിലെടുക്കും. കയ്യിലെടുത്തത് കൂടാതെ എന്ത് ചെയ്യും, പതുക്കെ പോയി ശകലം ഉപ്പ്, കല്ലുപ്പെടുക്കും. കല്ലുപ്പൊന്നും ഇവിടെ അല്ല വെക്കുന്നത്, ഈ മേളിലായിരുന്നു കല്ലുപ്പ് വെക്കുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പെല്ലാം എടുത്ത് ഞങ്ങള് ഇങ്ങനെ പുളിയെ ഉരുട്ടും. കല്ലുപ്പും ഇതും കൂടിയിട്ട് ഇങ്ങനെ ഉരുട്ടും. ഇപ്പോഴും തിന്നാൻ കൊതി വരുന്നുണ്ട്. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് കണ്ടോണം. ബാ നമുക്ക് പോകാം. അത് കഴിഞ്ഞും വേറെ തീറ്റകളുണ്ട്. ബാ പോകാം. അപ്പം നമ്മുടെ പറമ്പിലൂടെ ഇറങ്ങി, നമ്മുടെ ചാക്കാണിത്. ഈ ചാക്ക് എവിടെ കൊണ്ടാ ഇടുന്നത് കണ്ടോണം. ഇവിടെ ഒന്നും അല്ല,
ആ കാട്ടിനകത്താണ്. പക്ഷെ ആ കാട്ടിൽ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടും, ഇവിടെ ഇങ്ങനെ ഇടും. ഇട്ടിട്ട് കാണിച്ചു തരാം എന്നാ ചെയ്യുന്നുള്ളത്, കാണിച്ചു തരാം കേട്ടോ. അവിടെ ആക്രിക്കാര് വന്നിട്ട് വണ്ടി കൊണ്ടിട്ടതിന് നമ്മുടെ നീലുവൊക്കെ കരയുന്നതാണ്. അപ്പൊ നമ്മുടെ പുളി നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ നമ്മുടെ ചാക്കയിലിരിക്കും. ഇങ്ങനല്ല ശരിക്കിരിക്കും, ഇവിടെ അഴുക്കാവും. എന്നിട്ട് ഈ പുളി ഉണ്ടല്ലോ, പുളി ചാക്കിനടിയിൽ ഒരു കടലാസൊന്നുമില്ല, ചാക്കിനടിയിലൊക്കെ കൊണ്ടാ വെക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടി ചേച്ചിമാരൊക്കെ ഇവിടെ നിന്ന് വിളിക്കും, എടി ജിജിയേ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ജിജിന്നാ. എടി ജിജിയേ, നീ അവിടെ എന്തിയേ, കുഞ്ഞൊക്കെ എന്തിയേ, കുഞ്ഞെ നിങ്ങൾ എന്നെ എടുക്കുക. ഞങ്ങളൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് കഥ പറയുവാന്ന് പറയും. സ്കൂളിലെ കാര്യം എല്ലാം ഇരുന്ന് കഥ പറയുവാന്ന് പറയും. അതേപോലും കള്ളികൾ രണ്ടും കൂടെ ഈ പുളി അവര് പോയെല്ലാം കഴിയുമ്പോ പതുക്കെ 50-50 ആയിട്ട് ഒരാൾക്കൊരു തരി പോലും കൂടുതൽ കൊടുക്കുമല്ല, കറക്റ്റ് മുറിച്ച്, ഞാനാണ് മുറിക്കുന്ന ആൾ, അവൾ മുറിക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ രണ്ടുകൂടെ പകുതി കൊടുക്കും. ഇത് അവളാണ്, ഇത് അവക്ക് ഞാൻ കൊടുക്കും, ഇത് ഞാൻ എടുക്കും. എന്നിട്ട് തിന്നും. അല്ല മധുരപ്പുളിയായിരുന്നു എൻ്റെ വീട്ടിലെ. അവളുടെ വീട്ടിൽ അതിന് മധുരമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്നായിരുന്നു പുളി എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് രസിച്ചിരുന്ന് തിന്നും. ലാസ്റ്റ് ഈ ഉപ്പില്ലേ, ഉപ്പ് തിന്ന് ഈ തൊണ്ടയില്ലേ മേളിലത്തെ, അവിടെ ഫുള്ള് പൊട്ടും. എന്നാലും തീറ്റി ഞങ്ങൾ നിർത്തത്തില്ല. എന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാം പറഞ്ഞ് സ്കൂളിലൊക്കെ ഒന്നിച്ചല്ലേ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും മുമ്പേ നടക്കും. ചേച്ചിമാരൊക്കെ എൻ്റെ ചേച്ചി രണ്ടുപേരും അവളുടെ ചേച്ചി എല്ലാം കൂടെ ഒന്നിച്ച് പുറകെ നടക്കും. അത് ഇന്നും കേട്ടോ ശരിക്കും എറിഞ്ഞ് ആവോ എന്താണേലും തിന്നു. ഇത് അവളുടെ പുളിയാ, ഇത് ഞാൻ തിന്നാൻ പോവാ. എന്നാങ്കിലും പറ്റല്ലേ, എന്നാ വരാനാ. എന്നിട്ട് ഈ പുളിയെല്ലാം കൂടെ തിന്നിട്ട് ഒരു കുറെ നേരം ഇരിക്കത്തുള്ളൂ കേട്ടോ. അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുമല്ലേ, പതുക്കെ ഇവിടുന്ന് എഴുന്നേക്കും. എഴുന്നേറ്റ് ചാക്കൊക്കെ കൊണ്ടിടും. ഇടയ്ക്ക് നമ്മുടെ ചേട്ടൻ വിളിച്ചു, പുളി തിന്നിട്ടുണ്ടല്ലോ, വായി പുളി ഇരിക്കുന്നു. ചേട്ടനോട് മിണ്ടാനും പറ്റുന്നില്ല, കഴിച്ചിട്ടിറക്കാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, മധുരിച്ചിട്ടിറക്കാനും പറ്റുന്നില്ല എന്നുള്ളതല്ലേ അതിന്റെ സത്യാവസ്ഥ. അപ്പൊ നമ്മൾ എന്നിട്ട് നമ്മുടെ ചാക്കുമൊക്കെ എടുത്ത് ഒരു 3-3:30, അച്ഛനൊക്കെ 4 മണി വരെ കിടന്നുറങ്ങുന്നത്, 3:30 ആകുമ്പോൾ പതുക്കെ ഇവിടുന്ന്. എന്നാലും ഞങ്ങൾ പറയും കേട്ടോ, ഞങ്ങൾ പറമ്പ് ഇരിപ്പുണ്ടോ, നല്ല നമ്മളെ തിരക്കത്തില്ലേ, പറയും. അപ്പോൾ ഒരു പ്രശ്നമില്ല, കിടന്നുറങ്ങിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ചാക്കൊക്കെ ആയിട്ട് കയറി പതുക്കെ, ഒന്നും അറിയാത്ത മട്ടി. പുളിയൊന്നും നമ്മൾ തിന്നിട്ടേ ഇല്ല കേട്ടോ, കൈ കഴിയില്ല, പുളിയൊന്നും തിന്നിട്ടേ ഇല്ല. നമ്മൾ പതുക്കെ പോയി അവിടെ പോയി വാതുക്കെ പോയി ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ അവിടെ അങ്ങ് ഇരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പണ്ടത്തെ കാര്യം പറഞ്ഞിട്ടാണേലും. അങ്ങനൊക്കെയായിരുന്നു, എന്ത് ചെയ്യാനാ. നമ്മളിങ്ങനെ പണ്ട് അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. വട്ടയില ഇത് ഞങ്ങൾ പറിച്ച് കുറേ ബാഗൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ബാഗ് ഉണ്ടാക്കുന്നത് ഇന്നാളൊന്ന് ഞാൻ ബാഗ് ഉണ്ടാക്കിയതല്ലേ. ഞങ്ങൾ എന്നിട്ട് പത്തലിൻ്റെ ഇലയില്ലേ, അങ്ങോട്ട് വാടി വട്ടയില, നിനക്കൊക്കെ എന്നെ ഇത്ര ഗമ. ഇത് അവളുടെ പറമ്പിലെ വട്ടയില കേട്ടോ, എൻ്റെ വട്ടയില അല്ല. അന്നൊന്നും നമ്മുടേതും നിൻ്റെതൊന്നും ഇല്ലല്ലോ.
പിന്നെ ഒരു വലിയ രസം ഉണ്ടായിരുന്നേ, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വട്ടയില തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ബാഗ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം വീട്ടിൽ കയറിയിട്ട്. ഇത് ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ ഒരു വലിയ രസമുണ്ട്. എന്നായിരുന്നു പറഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ പിന്നെ വേലിയായിരുന്നു. ഇച്ചിരി നേരെ വെക്കാം നമ്മുടെ ക്യാമറ, അങ്ങനെ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അപ്പം ഇത് ഇവിടെ, ഇത് അതിലാണ്. ഇവിടെ ഇങ്ങനെ അതിര് വന്നിട്ട് അവളുടെ അച്ഛൻ കമ്പിവേലി വെച്ച് ഇങ്ങനെ അവിടം തൊട്ട് ഇങ്ങനെ അച്ഛൻ വരെ കെട്ടിയേക്കുമായിരുന്നു. ഞങ്ങളുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ, ഞാനിവിടെ നിന്ന്, ഞങ്ങൾക്കൊരു സിഗ്നലുണ്ട് വിളിക്കുന്നതിന്, വീട്ടുകാരറിയാതിരിക്കാൻ. 10 എന്ന് പറയുവാണെങ്കിൽ ഞാനിവിടെ നിന്ന് 10 എന്ന് പറയുമ്പോൾ അവൾ അവിടെ ഇറങ്ങി വരും. എന്നാടിയെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പറയും, ഇന്ന് എപ്പോഴാണ് നമ്മൾ കാണുന്നേ ഇങ്ങനെ ചോദിക്കും. പറയും അവിടെ നിന്നിട്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് 10 എന്ന് അവൾ എന്നെ വിളിക്കും. അപ്പം ഞാൻ ചാടി ഇവിടെ വരും. വീട്ടുകാർ വിചാരിക്കും 10 എന്ന് പറയുന്നതെന്നൊക്കെ. ഒന്നും അറിയാത്ത മട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ചുമ്മാ ഇവിടെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ, ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ അവളെ വിളിക്കണം എങ്ങനെയാണെന്നറിയാം. ഇങ്ങനെയൊക്കെ ചുമ്മാ നടന്നിട്ട് 10 ഇങ്ങനെ പറയും. അപ്പം വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല എന്തൊക്കെ അടവായിരുന്നു അല്ലേ. പിന്നെ ഞങ്ങളുടെ സിമ്പല് ചേച്ചിമാരെയൊക്കെ കണ്ടുപിടിച്ചു. ഈ 10 എന്ന് പറയുമ്പോഴാണ്. കണ്ടാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഇത് ഏതാ അത്. അപ്പം ഏത് നേരം ഇതുള്ള ഇവിടെ മാർക്കെന്നോർക്കത്തില്ല. പിന്നെ ഞങ്ങൾ എന്നെ അടുത്തെന്നറിയാം, 2 കൈ കൊട്ടിയാൽ ചാടി അവൾ ഇവിടെ വരും, അവൾ കൈ കൊട്ടിയാൽ ഞാൻ ചാടി ഇവിടെ വരും. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനാ വേലിക്ക് വരാൻ, ഇവിടെ വേലിയല്ലേ, ഇവിടെ വരും. ഞങ്ങൾ പരിപാടി എന്നാ ചെയ്തെന്നറിയാവോ, ഈ വേലി ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ നിന്നോണ്ട് ഇങ്ങനെ ആടി ഫുള്ള് നശിപ്പിച്ചു. എന്തിനാ, ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടാൻ. അവരിങ്ങനെ നമ്മൾ മിണ്ടുന്നതിന് അങ്ങനത്തെ ഇതിനൊന്നും അല്ല കേട്ടോ വേലിയാട്ടോ. പണ്ടിങ്ങനെ വേലിയാണല്ലോ കെട്ടുന്നത്. അങ്ങനെ അത് ആടി വേലി മുഴുവൻ നശിപ്പിച്ചു. പിന്നൊരു പരിപാടിയുണ്ട്, 2 പേരുടെ മുട്ടനായിട്ട് പിണങ്ങിയിട്ട് ഇതുണ്ടോ, അതെ നല്ല പേരയ്ക്ക. ഇങ്ങോട്ട് നോക്കി കാണാവോ, ഉണ്ടോ, നിറച്ച് പേരയ്ക്കണ്ടേ. പിന്നൊരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പേരുടെ മുട്ടം പിണങ്ങും. എന്തിനെങ്കിലും പിണങ്ങും, മിക്കവാറും പിണങ്ങിയിട്ട് ഇവിടെ ഇവിടെ വേലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇതില്ലേ പത്തല് കൊന്നപ്പത്തല് മുട്ട ഇത്രയും മണ്ണുള്ള കൊന്നപ്പത്തലുണ്ട്. അതിനൊരു ഊട്ടയുണ്ടായിരുന്നു. ഇന്നാണ് ഊട്ടയിലൊക്കെ കൊണ്ട് കൈയിടുവോ, പാമ്പ് കയറും പാമ്പ് കടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഊട്ടയ്ക്കകത്തെ ലെറ്റർ എഴുതും. എടി നീ എന്നോട് മിണ്ടുവോ, ഞാൻ നിന്നോട് ഇനി മേലി പിണങ്ങത്തില്ല, ഞാൻ നീ പറഞ്ഞല്ല ഞാൻ ചെയ്യാം, അങ്ങനെ എങ്ങനെ ഇന്ന് കൂടാവോ എന്ന് ചോദിച്ച് ലെറ്റർ എടുത്തിട്ട് ഈ പൊത്തിനകത്ത് കൊണ്ട് ഞാൻ ഓടിക്കൊണ്ട് വെക്കും. എന്നിട്ട് ഞാൻ ഓടിക്കയറും. അപ്പം ഇവളത് അവിടെ നിന്ന് കാണുമ്പോൾ ഇവളെന്തേ ഇറങ്ങി വന്നിട്ട് ലെറ്റർ എടുത്തുകൊണ്ട് ഓടും. ഇതൊന്നും ഇവർക്കറിയത്തില്ല കേട്ടോ. അത്ര പിരിയാൻ മേലാത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് അവള് പിണങ്ങുവാണെന്നുണ്ടെങ്കിൽ അവള് ലെറ്റർ എഴുതി പൊത്തിനകത്ത് കൊണ്ട് വെക്കും. ഞാൻ പതുക്കെ, അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പൊത്തിനകത്ത് കൊണ്ട് വെക്കുന്ന കാണത്തില്ല. നമ്മുടെ സങ്കടമാണ് പിണങ്ങിയിരിക്കുന്നതിന്. ഞങ്ങൾ 2 പേരും അതിങ്ങനെ നോക്കും, പൊത്തിൽ ലെറ്റർ വെച്ചിട്ടുണ്ടോന്ന്. ഞാനിങ്ങനെ പതുക്കെ ഇടയ്ക്കെല്ലാം വന്ന് നോക്കും, ലെറ്റർ ഉണ്ടോ, ലെറ്റർ കാണണേന്നും പറഞ്ഞാണ് വരുന്നത്. വന്ന് വെക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ലെറ്റർ ഉണ്ട്. ഓടി ഞാൻ ഇവര് നാണക്കേടില്ല അച്ഛൻ്റെ ഒക്കെ കണ്ട ഓടി ലെറ്റർ എടുത്തോണ്ട് ഓടിയിട്ട് വായിക്കുമ്പോൾ എന്നാ ഞാൻ കൂടാവേ, നീ കൂടുവോ, ഞാൻ തീർച്ചയായിട്ടും കൂടാവേ എന്നും പറഞ്ഞ 2 പേരും അങ്ങനെ ഒരു സംഭവമുണ്ട്. പിണങ്ങുക ഇത് തന്നെ. പിന്നെ ഞങ്ങൾക്ക് വിഷമാണ് പിണങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ സത്യമായ കാര്യം, ഇതുവരെ ഞങ്ങൾ തമ്മിൽ കൂട്ട് തന്നെ കേട്ടോ, ഇപ്പോഴും കൂട്ട് തന്നെയാണ്. പണ്ടത്തെ ആ ഒരു രീതി നമുക്കിനി വരത്തില്ലല്ലോ. ആർക്ക് സമയമില്ല, അറിഞ്ഞോണ്ടല്ല, സമയമില്ല, മെസ്സേജ് വിടാൻ സമയമില്ല, വാട്സപ്പിൽ കയറാൻ സമയമില്ല. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. പക്ഷേ സമയം എല്ലാവരും ഉണ്ടാക്കി കണ്ടെത്തണം അല്ലേ. ഇതുപോലൊരു സുഹൃത്ത് ബന്ധം ഒന്നും കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ലോകത്ത്. കാരണം കുഞ്ഞിലെ ജനിച്ച് വളർന്ന 2 പേര്, ഇതെൻ്റെ വീട്, അത് അവളുടെ വീട്. 2 പേരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറയുവാണെടി നമുക്ക് വരുന്ന ഭർത്താക്കന്മാർ എങ്ങനെയുള്ള ആളായിരിക്കും. അപ്പം അവൾ പറയും, ഞാൻ പറയും, നമുക്ക് 2 പേർക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവർ മതിയായിരുന്നടി എന്നൊക്കെ പറയും. പക്ഷെ 2 പേരുടെയും ആ പ്രാർത്ഥന കൊണ്ട് ഇവൾക്ക്
ഇവളുടെ വീട്ടിൽ അവളും നിന്നു, ഞാൻ ഇവിടെയും നിന്നു. 2 ചേട്ടന്മാരും ഒരേപോലെ തന്നെ ഇവിടെ നിന്നു. അവരും കൂട്ടാണ്, ഞങ്ങൾ ഇപ്പോഴും കൂട്ട് തന്നെ. ഒരു പിണക്കോ ഒന്നുമില്ല. ഇടയ്ക്ക് വഴക്കൊക്കെ ഇടും, പക്ഷെ സമയക്കുറവ് കൊണ്ട് വിളിയും പറച്ചിലൊന്നും ഇപ്പം കുറച്ച് ഇല്ല. കാരണം പിണങ്ങാനൊരിക്കലും നമുക്ക് ജീവിതത്തിൽ പറ്റത്തില്ല അല്ലേ. പറയുമ്പം എന്തെങ്കിലും കാര്യമുണ്ട്, ദേഷ്യത്തിലെല്ലാം നമ്മൾ സംസാരിക്കും. പക്ഷേ ഇതുപോലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആർക്കും കിട്ടാത്തൊരു ബന്ധം. അത്ര ഭയങ്കരമാണ്. ഞങ്ങളുടെ ചേച്ചിമാർക്കൊക്കെ അറിയാം. അതുപോലൊരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾ ഒന്നിച്ചാണ്. അതായത് ഈ കൂട്ടുകാരി ഏതാണെന്നറിയാമോ? തിരുവൈരാണിക്കുളം പോയപ്പം ആരോ കമൻ്റ് ഇട്ടു, ബിജീസ് കിച്ചൺ പോലെ ഉണ്ടല്ലോ എന്ന് കൂട്ടുകാരി. കാരണം ഇച്ചിരി വണ്ണം ഉണ്ട് അവൾക്ക്. അപ്പം അവളാണ്, ആ വണ്ണമുള്ളവളാണ്. ഒന്ന് അശ്വതിയായിരുന്നു, അവിടെ ഉണ്ട് വന്നിട്ട്. അവൾ ഇവിടെ വന്നതാണ്. അവളുമായിട്ട് കട്ട സപ്പോർട്ട്, കട്ട കൂട്ടാ കേട്ടോ. പിന്നെ ഞാൻ, രേഖയായിരുന്നു ഒന്ന്, ഈ പറഞ്ഞ രേഖ. പിന്നെ മിനിയല്ലേ. ഇവരൊക്കെ വന്നവരാണല്ലോ, വന്ന് താമസിക്കുന്നതല്ലേ. അല്ല വന്ന് താമസിക്കുന്നതെന്നല്ല, ആൺപിള്ളേർ നമ്മുടേതും പെൺപിള്ളേർ ഇവർ വന്നവരാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു നീ കേൾക്കുന്നുണ്ടോടി കുഞ്ഞ്? ഇതുപോലൊരു കൂട്ടുകാരെ ജീവിതത്തിൽ ആർക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരിത്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പുറമായിട്ട് ജീവിക്കണം. അപ്പോൾ ഇങ്ങനൊരു കഥ ഞാൻ പറഞ്ഞില്ലേ, ഇനിയുണ്ട് കഥ. നമുക്ക് കേൾപ്പാം, ചേട്ടൻ വരുന്നതിന് മുമ്പ് കേൾപ്പാം. അടുക്കള തിരിച്ചു വന്നു കയ്യും കഴിയും കേട്ടോ. അടുത്തത് എന്നാന്നറിയാവോ? അടുത്ത മോഷണം എന്നാന്നറിയാവോ? മോഷ്ടാവിന്റെ വലിയൊരു കാര്യമായിരുന്നു ഞങ്ങൾ രണ്ടും കേട്ടോ. ഭയങ്കര മോഷ്ടാക്കളായിരുന്നു 2 എണ്ണം, ഞാനും അവളും. ഇനി അടുത്ത മോഷ്ടം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ തുറക്കാതെ തന്നെ ഇവിടെ ഇതില്ലല്ലോ. നമ്മുടെ അന്ന് ബോൺവിറ്റിയായിരുന്നു മേടിക്കുന്നത്. അവളുടെ വീട്ടിൽ നിന്ന് അവൾ എടുക്കത്തില്ല, അവൾക്ക് പേടിയായിരുന്നു. അവളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യമാണ്. എവിടെയെങ്ങാണ്ടൊക്കെ വെച്ച്, അതുകൊണ്ട് അവൾ അങ്ങനെ എടുക്കാൻ. ഞാൻ പറയാടി ഇവിടെ എളുപ്പം. അതിന് ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ എന്നാ എടുത്ത് ഉരുട്ടു. നല്ല രസമല്ല ഇങ്ങനെ വെള്ളാവത്തില്ല ഉരുട്ടിയെടുക്കുമ്പോൾ. ഇന്നിപ്പോൾ ഇതൊന്നും തിന്നണം എന്ന് ആരെങ്കിലും ഇതാ പറയുന്ന, ഓരോ പ്രായത്തിൽ തിന്നണ്ടേ നമ്മൾ തിന്നണം. ഇന്നിപ്പോൾ എന്തിൻ്റെ കുറവ് അല്ലേ? അന്നും ഞങ്ങളുടെ അച്ഛനെല്ലാം മേടിക്കും കേട്ടോ. ബോൺവിറ്റായും കാപ്പിക്കകത്ത് ഞങ്ങൾ അന്ന് കട്ടൻ കാപ്പി കൊടുത്തോളൂ. പാലെന്ന് പറയും തൊടത്തില്ല. ഞാനാണ് പിന്നെ പാലിലോട്ടൊക്കെ കല്യാണത്തിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ഡോക്ടർ പേടിപ്പിച്ചു, പാല് കുടിക്കണം മറ്റു കുടിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ പാല് കുടിച്ച് പഠിച്ചത്. പാലല്ല, ചായ കുടിക്കത്തുള്ളായിരുന്നു കേട്ടോ. ചായ കുടിച്ച് പഠിച്ച അവളുമാർ 2 പേരും ചായയും കുടിക്കത്തില്ലായിരുന്നു, ഒരു കുന്തവും കുടിക്കത്തില്ലായിരുന്നു. സത്യമായ കാര്യം. ഇപ്പോഴും അവർ 2 പാലിൻ്റെ അമ്മായി അവർ കഴിക്കത്തില്ല. ഞാൻ മോരും തൈരും അങ്ങനെയുള്ളതൊന്നും കുടിക്കില്ല, ചായ കുടിക്കും. എനിക്കിപ്പോൾ ചായ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ടും. അപ്പം അവളുമാരിപ്പോഴും പാലൊന്നും കുടിക്കത്തില്ല. ഞാനപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പാലൊക്കെ കുടിച്ചു. അപ്പോൾ അച്ഛൻ കട്ടൻ കാപ്പി, അതാണ് പറഞ്ഞു വന്നത്, കട്ടൻ കാപ്പിയാണ് നമ്മുടെ ഇവിടെ ഉള്ളതെന്നല്ല, ഞങ്ങളതേ കുടിക്കുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി പാല് വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് ഈ കട്ടൻ കാപ്പിയിലാണ് വൈകിട്ട് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ബോൺമിറ്റായിട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എല്ലാ മാസവും അച്ഛൻ ജോലിക്ക് പെൻഷൻ അല്ലല്ലോ, ശമ്പളം കിട്ടിക്കഴിയുമ്പം ഇത് മേടിച്ച് കുറേ സാധനങ്ങളെല്ലാം മേടിക്കും. ഉണക്കമീനുണ്ടല്ലോ, അന്നൊക്കെ എന്നാ എടുക്കുന്നത്, കെട്ടിത്തൂക്കിയിടുമല്ലേ ഉണക്കമീൻ, കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടും. അന്ന് വാർത്തിട്ടില്ലല്ലോ, ഇതൊക്കെ ചേട്ടനാ വാർത്തത്. പണ്ട് ഞങ്ങളുടെ പേരെ വാർത്തല്ല, ഓടായിരുന്നു. ഫുള്ള് ചേട്ടൻ മൊത്തം തട്ടിക്കളഞ്ഞിട്ട് മൊത്തം വാർത്ത് ടൈലെല്ലാം ഇട്ട് ഫുള്ള് ബാക്കിയെല്ലാം ഒരു വീടായിട്ട് ഓടിട്ട് ഒരു വീടായിട്ടാണ് ഇരുന്നത്. അത് ബാക്കി ഇങ്ങോട്ടെല്ലാം കുറച്ച് പിടിച്ചു, ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയാക്കി, മതിലൊക്കെ ഇതെല്ലാം ചേട്ടൻ തന്നെ ടൈലെല്ലാം ഇട്ടു. പിന്നെ മേള് പിടിച്ചു, റൂമെല്ലാം സെറ്റപ്പാക്കി കുട്ടപ്പനാക്കി നമ്മുടെ ചേട്ടൻ, നമ്മുടെ സുകുമാരൻ ചേട്ടൻ. അപ്പം എന്തായിരുന്നു പറഞ്ഞ, അപ്പം ഞങ്ങൾ ഇതൊരു ഉരുട്ടി ഇതും ഞങ്ങൾ ഉരുട്ടിക്കൊണ്ട്, എന്നിട്ട് വല്ല പൊട്ടത്തരല്ലേ കൈ മുഴുവനായി വെക്കും. പിന്നെ ഒരു കപ്പ് വെള്ളം പമ്മി വന്നെടുത്ത് കൈയുമെല്ലാം കഴുകി എന്തൊക്കെയാ കാണിച്ചല്ലേ. എന്തോ ഒരു രസമാണ് ഇന്നും അന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എനിക്കൊരു ഉപദേശമുണ്ട്, കൊച്ചു പിള്ളേരോട് പറയുവാണ്, തിന്നുന്ന പ്രായത്തിൽ നന്നായിട്ട് കഴിച്ചോ കേട്ടോ. ഞങ്ങളന്ന് നല്ലതായിട്ട് ത്രില്ലായിട്ട് ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ വളരെ രസമായിട്ട് ഞങ്ങളുടെ ബാല്യകാലം ഞങ്ങൾ നടന്നു. ഞങ്ങൾ കഴിക്കേണ്ടതെല്ലാം കഴിച്ചു. കട്ടാണേലും കഴിച്ചോണം കേട്ടോ, പറ്റത്തില്ല. ഇന്നിപ്പോൾ കട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ജനിച്ചു വീഴുമ്പോഴേ പിള്ളേർക്കില്ലാത്ത സാധനങ്ങളില്ല, ഉണ്ടാക്കി എല്ലാം നമ്മൾ കൊടുക്കും.
ഇത് കണ്ടോ, ഈ ഉപ്പേരിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനിതൊന്നും തിന്നാറില്ല, എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് അന്ന് ഞങ്ങൾ തിരിച്ചു വന്നില്ലേ, പാലക്കാട് പോയപ്പോൾ അവിടെ ഒരു നല്ല കടയുണ്ട്, അങ്ങനെ കൊച്ചു തിന്നാന്ന് പറഞ്ഞു വെച്ചാൽ. ഇവിടുത്തെ പിള്ളേർക്ക് ഇങ്ങനെയുള്ള സാധനമൊന്നും ഇഷ്ടമില്ല. ചെറിയാക്ക് 1 കിലോ ബിസ്ക്കറ്റും പിന്നെന്തായിരുന്നു ഒരു ചീത്ത സാധനം ഉണ്ടല്ലോ, നാറ്റമുള്ള സാധനം, എനിക്കത് കാണരുത്. അതിൻ്റെ പേരെന്നായിരുന്നു? ഇങ്ങനെ ഞാൻ എപ്പോഴും മറന്നു. പിള്ളേരൊക്കെ തിന്നുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ നോക്കട്ടെ. ചേട്ടൻ ഇവിടെ 10 വാങ്ങിച്ചു വെക്കാം അവന് വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. തീർന്നോ? ലേസ്. ഓക്കെ, ലേസ് എനിക്ക് അറപ്പാ. ലേസിന്റെ മണം പോലെ എനിക്ക് സഹിക്കത്തില്ല. ഇതൊക്കെയാണ് ഇവിടെ പാത്ത് വെച്ച് തിന്നുന്നതും പിടിച്ച് നടക്കുന്നതുമല്ല. പക്ഷെ പണ്ടത്തെ കട്ടെടുക്കൽ തീറ്റിക്കൊരു രസം തന്നെ ഉണ്ടായിരുന്നു അല്ലേ പിള്ളേരെ? അതൊരു അടിപൊളി രസമാണ്. ഇന്നിപ്പം വേണ്ടാത്ത സാധനങ്ങൾ വരെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് അതൊരു രസമുള്ള തീറ്റിയല്ല. ഞങ്ങളുടെ തീറ്റി തന്നെ ആയിരുന്നു രസം. ഞങ്ങളുടെ ബാല്യകാലം തന്നെ ആയിരുന്നു രസം. അന്നത്തെ കാലം തന്നെ രസം. കാരണം അന്ന് ഇതിനും വേണ്ടി സാധനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു. പുളിയൊക്കെ വാങ്ങിച്ചു വെച്ച് അതിൽ നിന്നൊക്കെ കട്ടെടുക്കുക, ബോൺവിറ്റ കട്ടെടുക്കുക, ഇതെല്ലാം രസമായ ഒരു കാര്യം തന്നെ ആയിരുന്നു. ഇന്ന് കൂടിപ്പോയി മക്കൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങൾ അങ്ങേ അറ്റം കൂടിപ്പോയി. അത്രയൊന്നും സുഖ സൗകര്യങ്ങൾ കൂട്ടിയാക്കരുതായിരുന്നു. കാരണം വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, പിള്ളേരെല്ലാം അറിഞ്ഞും കേട്ടും ജീവിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാണ്, ഒന്നിനോട് ഇവർക്ക് കൊതിയും വരത്തില്ല. കൊതി വരണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ കൊതി വരണം. ഇന്നിപ്പം അച്ഛാ ഒരു 100 രൂപ തരാവോ അച്ഛാന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ചോദിക്കും കേട്ടോ. അച്ഛാ ഇന്നൊരു 100 രൂപ വേണേ, എനിക്ക് ബുക്കിൻ്റെ ഇതിന് കൊടുക്കാനോ അതിന് കൊടുക്കാനോ നിളയാണ്. മൂത്തയാക്കിനിപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും ഒരു കൈമണി നമ്മുടെ നല്ല മക്കളാണെങ്കിൽ നമ്മുടെ ചേട്ടൻ ഒരു കൈമണി എന്നും എല്ലാ ആഴ്ചയിലും പോകുമ്പം ചേട്ടൻ കൊടുക്കും. ഞാൻ എൻ്റെ കയ്യിലുള്ളത്, അതായത് നമുക്ക് വരുമാനം ഇപ്പോഴല്ലേ കിട്ടിത്തുടങ്ങിയ, അതിൽ നിന്ന് എന്താണെന്നുള്ളത് അത് ഞാനും കൊടുക്കും. എപ്പോഴും ഒന്നും ഞാൻ കൊടുക്കത്തില്ല, ഇടയ്ക്ക് കൊടുക്കും. ഇല്ലാതെ വരുമ്പോൾ ചോദിക്കണേ മോനെ, ശമ്പളം ഉള്ളത് നമ്മൾ കരുതണ്ട. നമ്മുടെ മക്കൾ എന്നും നമ്മുടെ മക്കൾ തന്നെ. കാരണം ഓരോ ചേട്ടൻ എന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ അച്ഛൻ്റെ എന്തോ ഒരു ഡയലോഗും വിടും. എന്നിട്ട് ചേട്ടൻ അവന് കൊടുക്കുമ്പോൾ അവന് സന്തോഷമായിട്ട് 100 എങ്കിൽ 100, 50 രൂപയെങ്കിൽ 50 രൂപ മേടിച്ച് അവൻ ജോലിക്ക് പോകും. ചെറിയ ആൾ അച്ഛാ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം 100 കൊടുക്കുന്നത്, 200 കൊടുക്കും നമ്മൾ അല്ലേ? മോനെ 100 മതിയോ എന്നാ ചോദിക്കുന്നത്. പണ്ട് നമ്മുടെ അച്ഛനോട് 100 താ അച്ഛാന്ന് പറയണമെങ്കിൽ എത്ര ദിവസം ഒന്ന് ട്രയൽ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? സത്യമായ കാര്യമല്ലേ ഞാൻ ഈ പറയുന്നതെല്ലാം? എല്ലാവരും കമൻ്റ് ഇടും സത്യമായ കാര്യമാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാം അറിഞ്ഞു തന്നെ നമ്മൾ വളർത്തണമെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞ് വളർത്തുന്നില്ല. ഞാൻ പക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ചേട്ടാ അങ്ങനെ പൈസ കൊടുക്കൽ ഇങ്ങനെ പൈസ കൊടുക്കരുതെന്ന്. ചേട്ടൻ പറയും ഞാൻ ജീവിച്ച പോലെ എൻ്റെ മക്കളാകരുത്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് ഇനിയുള്ള പിള്ളേരും അല്ലേ? അതുകൊണ്ട് എന്തു വേണ്ടി പിള്ളേർക്ക് എന്താ അതിന് പറയേണ്ടത്? ഈ മൊബൈലും പിടിച്ച് ഈ ഇരിപ്പിരിക്കുന്ന അല്ലാണ്ട് പിള്ളേർക്ക് ഒരു കുന്തം അറിയത്തില്ല. പക്ഷെ നമ്മൾ നമ്മുടെ പിള്ളേരെ ഉണർത്തിയെടുക്കണം അല്ലേ? ഉണർത്തിയെടുക്കണം. ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ ഉണരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. പഴയകാലത്തേക്കൊരു തിരിഞ്ഞുനോട്ട ഓർമ്മകൾ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ നമുക്ക് കാണണം. ടാറ്റാ.